തുടർച്ചയായിട്ടുള്ള 4ാമത്തെ ദിവസമാണ്. ഇനി തുടർച്ചയായിട്ടുള്ള 6 ദിവസം ഇലക്ഷന്റെ തലേ ദിവസം വരെ ഇതുപോലുള്ള വൻ റാലികളുണ്ടാവും. മണലൂരിനെ ഇങ്ങനെ ഉണർത്തുകയാണല്ലേ? തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തിലും ജനങ്ങൾ ഇളകിയാർത്ത് വരികയാണ്. ഇത്തവണ 100% NDA വിജയിക്കും എന്ന് ജനങ്ങൾ അവരുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് വ്യക്തമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു പഞ്ചായത്തിന് മാത്രം പരിപാടിയാണ്. ഇതുപോലെയാണ് എല്ലാ പഞ്ചായത്തുകളിലും. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഇതിനേക്കാൾ വലിയ ജനപങ്കാളിത്തമാണ് ഓരോ പഞ്ചായത്തുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മാറുന്നതിന് സൂചനയാണ്. ഈ സാധാരണ ഇവിടെ LDF UDF മത്സരമാണ്. KK അനീഷ് കുമാർ ഇറങ്ങിയതോടുകൂടി ഇതൊരു ത്രികോണ മത്സരമായി മാറിയോ മണലൂർ? അല്ലല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മണലൂർ മണ്ഡലത്തിൽ BJP ഒന്നാമത്തെ പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു. NDA സഖ്യത്തിന് 62,000 വോട്ടാണ് ഈ മണ്ഡലത്തിൽ കിട്ടിയത്. 9,000 വോട്ടിന് ഞങ്ങൾക്ക് ലീഡുള്ള മണ്ഡലമാണ്. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മണലൂരിലെ ഒന്നാമത്തെ കക്ഷി NDA ആണ്. അപ്പോൾ അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല, ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണ് ഞങ്ങൾ ഇത്തവണ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ സുരേഷ് ഗോപിയെ ഇവിടെ ജയിപ്പിച്ചെടുക്കുന്നതിന്റെ ചുക്കാൻ പിടിച്ച ജില്ലാ അധ്യക്ഷനായിരുന്നു അന്ന് അനീഷ് കുമാർ. അപ്പോൾ അന്ന് ഞങ്ങൾ വരുമ്പോൾ ഒക്കെ ആ പ്രചരണത്തെ മുന്നിൽ നിന്ന് നയിച്ച ആളാണ്. അനീഷ് മത്സരിക്കുമ്പോൾ ആ സുരേഷ് ഗോപിയാണ് പ്രചരണം തുടങ്ങി വെക്കുന്നത് ചുവരെഴുതിക്കൊണ്ട്. അതെങ്ങനെയാണ് ആ ഒരു ഇതിനെ കാണുന്നത്? ആ കോംബോ നല്ല വിജയമാണ് എന്ന് തൃശ്ശൂർ തെളിയിച്ചതാണല്ലോ. സുരേഷ് ഏട്ടൻ എൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് മിക്കവാറും ദിവസങ്ങൾ വരാറുണ്ട്. ഇന്നും അദ്ദേഹം ഇതേ സമയത്ത് ഈ മണലൂർ നിയോജകമണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ അദ്ദേഹം പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ടാണ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. കേവലം ഈ പഞ്ചായത്തിൽ മാത്രമല്ല, ഇതേ സമയം എല്ലാ പഞ്ചായത്തിലും ഇതുപോലുള്ള വലിയ വലിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണലൂർ മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ വാക്ക് മണലൂരിലെ ജനങ്ങൾ ഇത്തവണ ഉൾക്കൊള്ളും. വലിയ ഭൂരിപക്ഷത്തിന് ഇത്തവണ മണലൂരിൽ BJP ജയിക്കും. LDF ആയാലും UDF ആയാലും മണലൂരിന് വേണ്ടി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്. 10 ഗ്യാരണ്ടിയാണ് VD സതീശൻ പറയുന്നത്. സുസ്ഥിര വികസനമാണ് LDF കാൻഡിഡേറ്റ് ഉറപ്പു നൽകുന്നത്. അപ്പോൾ BJPക്ക് പ്രത്യേക മണലൂർ പദ്ധതിയില്ലേ? തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മണലൂരിലെ വികസനത്തെ കുറിച്ച് പറയാൻ എന്താണ് യോഗ്യത ഉള്ളത്? ഈ മണ്ഡലത്തെ കഴിഞ്ഞ 70 വർഷക്കാലം പ്രതിനിധാനം ചെയ്തത് ഈ LDF UDF ആണല്ലോ. അത് UDF ഉണ്ടല്ലോ, UDF MLA മാരില്ലേ, അതുപോലെ MP മാരില്ലേ. ഈ മണ്ഡലം ഇന്ന് കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമാണെങ്കിൽ അതിന് കാരണം ഈ പറഞ്ഞ UDF കൂടിയിട്ടാണ്. അവർക്ക് വികസനത്തെക്കുറിച്ച് ഈ മണ്ഡലത്തിൽ പറയാനേ സാധ്യമല്ല. ഈ മണ്ഡലത്തിൽ റോഡുകളെല്ലാം തകർന്നു കിടക്കുന്നു. ഇവിടെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമുണ്ട്. കർഷകർ പലവിധ പ്രശ്നങ്ങളാൽ നട്ടം തിരിയുന്നു. കായലോരത്ത് ജീവിക്കുന്ന ആളുകളും കടലോരത്ത് ജീവിക്കുന്ന ആളുകളും കടലാക്രമണ ഭീഷണി, കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നങ്ങൾ നേരിടുന്നു. ഇവിടെ നല്ലൊരു ആശുപത്രി ഇല്ല, ഇവിടെ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല. ഈ പിന്നോക്കാവസ്ഥയ്ക്ക് പിന്നെ മറുപടി പറയേണ്ടത് ആരാണ്? BJP ആണോ? ഈ 2 പാർട്ടികളല്ലേ മറുപടി പറയേണ്ടത്. അപ്പോൾ വികസനത്തെക്കുറിച്ചൊന്നും പറയാൻ അവർക്ക് യാതൊരു യോഗ്യതയില്ല. അതൊക്കെ മണലൂരിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വികസനവും പറയുന്നില്ല. അവർ SDPIയുടെ വോട്ട് പിടിച്ച് ജയിക്കാൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പിടിച്ച് ജയിക്കാനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വികസനത്തെക്കുറിച്ചൊന്നും അവർക്ക് പറയാനും യോഗ്യതയില്ല, അവർ പറയാനും സാധ്യതയില്ല. തൃശ്ശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് വളരെ പ്രധാനമായിരുന്നു, നിർണായകമായിരുന്നു എന്ന് പറയുമല്ലോ. ഇപ്പോൾ FCRAയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവർക്കിടയിൽ വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇത് PC ജോർജ് പറഞ്ഞ വാക്കുകൾ ക്രൈസ്തവ സമൂഹത്തെ ആകെ അപഹസിച്ചുകൊണ്ട് BJPയുടെ ഔദാര്യമാണ് അവരെ കൂടി കരുതുന്നത് എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ അങ്ങനെയുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഏത് തരത്തിൽ തിരിച്ചടിയാകും? ക്രൈസ്തവ സമൂഹം BJPയോടൊപ്പമാണ്. വലിയ തോതിൽ ക്രൈസ്തവ സമൂഹം BJPയോട് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭയചികിതരായിട്ടുള്ള മറ്റു മുന്നണികൾ ഉണ്ടാക്കുന്ന കള്ളപ്രചരണങ്ങൾ മാത്രമാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങളൊക്കെ രാജ്യത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഏതെങ്കിലും ഒരു മതത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, രാജ്യസുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടാണ്, രാജ്യവികസനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഏതെങ്കിലും മതത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കുന്നത് അത് കുടിലതയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, മതധ്രുവീകരണം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വോട്ട് പിടിച്ച് ജയിക്കാനാണ് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ല വികസനം അല്ല ഇവർ ചർച്ച ചെയ്യുന്നത്. PC ജോർജിന്റെ പ്രസ്താവന ഉൾപ്പെടെ ന്യായീകരിക്കുകയാണോ? അല്ല, ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏത് നിയമമാണെങ്കിലും അത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ബാധകമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. ഒന്നുമല്ല, അതിനൊന്നും ഞാൻ വിവാദ വിഷയങ്ങളിലേക്ക് ഒന്നും തന്നെ കടക്കുന്നില്ല. BJP കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏത് നയങ്ങളാണെങ്കിലും അത് ഈ രാജ്യത്തിന് ഗുണകരമാകുന്ന നയങ്ങളാണ്.
ഒരു മതത്തിനും അത് ഒരു കാരണവശാലും ദ്രോഹമാവില്ല. അത് കള്ളപ്രചരണം മാത്രമാണ്. സുരേഷ് ഗോപിയുടെ ജയം ഉയർത്തിയ വലിയ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് നിലനിർത്താൻ പറ്റാത്തൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചുണ്ട്. ഇന്ന് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഹർജി നിലനിൽക്കും എന്ന് കോടതി പറഞ്ഞ ദിവസമാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി. അപ്പോൾ അതൊക്കെ ഒരു തിരിച്ചടിയാകുമോ? ഒരു തിരിച്ചടിയാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് BJP തിരിച്ചടി ഉണ്ടായിരുന്നു. ആരാ പറഞ്ഞത്? ഒന്നുമില്ല. കേരളം പിടിച്ചതിന് തുല്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരണം പിടിച്ചത്. അവിടെയല്ലേ ഈ നിയമസഭാ മന്ദിരം, സെക്രട്ടേറിയറ്റും, മുഖ്യമന്ത്രിയുടെ വസതിയും AKG സെന്ററും എല്ലാം നിൽക്കുന്ന സ്ഥലം ഇന്ന് ഭരിക്കുന്ന ആരാ? കേരളത്തിന്റെ തലസ്ഥാനം ഭരിക്കുന്നത് BJP ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പിന്നെ എങ്ങനെയാണ് തിരിച്ചടിയാവുന്നത്? 34 പഞ്ചായത്ത് ഞങ്ങളാണ് ഭരിക്കണത്, 2 മുനിസിപ്പാലിറ്റി ഞങ്ങളാണ് ഭരിക്കണത്. ഞങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചിരിക്കുകയാണ്. തിരിച്ചടി മറ്റു മുന്നണികൾക്ക്, BJPക്ക് അല്ല. ശരി, നന്ദി. 100% ആത്മവിശ്വാസമാണ്. ഓക്കെ, അപ്പോൾ വലിയ തിരക്കുകൾക്കിടയിലാണ് BJP സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേർന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയ മണ്ഡലമാണ് എന്ന ആത്മവിശ്വാസമാണ് BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ളത്. മണലൂരിൽ നിന്ന് പ്രജിത് കോങ്ങാടിനൊപ്പം MG രേണുക, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.